ഇന്നങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലായിരുന്നു. ഇന്നൊരു ബോറിംഗ് ഡേ ആണ്. ബിക്കോസ് മഴയാണ് ഗൈസ്. മഴയായിട്ട് നമ്മൾ വീട്ടിലിരിക്കാനുള്ളതിന് നമ്മൾ ജോലിക്ക് പോയി എന്ന് വെച്ചാൽ നമുക്ക് ലീവ് കിട്ടിയില്ല ഗൈസ്. എന്ന് വെച്ചാൽ രാവിലെ മഴ വരുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. തിരിഞ്ഞ് മഴ വന്നത് 3 മണിക്ക്. അങ്ങനെ നമ്മൾ ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. എങ്കപ്പത്താലും വെള്ളം, സർവത്ര വെള്ളം, റോഡും എല്ലാം വെള്ളമാണ് ഗൈസ്. പിന്നെ ഒരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. വീട്ടിലിരുന്ന് ചായയും പരിപ്പടയും കഴിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ജോലിക്ക് പോയി. അങ്ങനെ മഴ കുട നമ്മുടെ ഓഫീസ് ഫുള്ള് വെള്ളമായി ഗൈസ്. ഭയങ്കര മഴ. അങ്ങനെ എന്നെ പിക്കപ്പിൽ ട്രിപ്പ് അടിച്ചു വീട്ടിലേക്കല്ല, പകുതി വഴിക്ക്. കാരണം നമ്മളുടെ അവിടെ നിന്ന് വെച്ചാൽ ഭയങ്കര വെള്ളമാണ്. മഴ പെയ്താൽ സർവത്ര വെള്ളം, എല്ലായിടത്തും വെള്ളമായതുകൊണ്ട് എന്നെ പാതി വഴിക്ക് അവർ ഇറക്കി വിട്ടു. അങ്ങനെ എനിക്ക് നടന്നാണ് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്നത്. ഈ സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് നല്ല കട്ടൻ ചായയും നല്ല എന്തെങ്കിലും പരിപ്പുവടയോ പഴംപൊരിയോ എന്തെങ്കിലും കഴിക്കേണ്ട സമയമാണ്. അങ്ങനെ നമ്മൾ നനഞ്ഞ് കുതിർന്ന് വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണിത്. എല്ലായിടത്തും ഭയങ്കര വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നേരത്തെ തന്നെ ഓഫീസ് വിട്ടു, സ്കൂൾ വിട്ട് ഗൈസ്. നേരത്തെ സ്കൂൾ വിട്ടു, അതുപോലെ ഓഫീസ് നേരത്തെ തന്നെ അടച്ചു പൊട്ടിക്കെട്ടി മഴ കാരണം. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ മുന്നേക്ക് നടന്ന് നമ്മൾ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറും, പക്ഷെ പെട്ടെന്ന് ഇറങ്ങിപ്പോത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക തരം സ്ഥലമാണിത്. സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമ്മുടെ കൂടെ നടന്നൊക്കെ വരാൻ. ഇതിപ്പോൾ ആരുമില്ല ഗൈസ്. എന്നെ പാതി വഴിക്ക് അവർ ഇറക്കി വിട്ടിട്ട് പോയി. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യാം, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു. പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നതും ഒരു വേറെ ലെവൽ ഫീലാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം, നല്ല പ്രകൃതി രമണീയമായ പ്ലേസ്. അങ്ങനെ ഞാൻ അതൊക്കെ ആസ്വദിച്ച് പെയ്യെ വരികയായിരുന്നു. ഇടയ്ക്കൊന്ന് വെയിലടിച്ചു, പിന്നെ അതുപോലെ തന്നെ മഴച്ചാറ്റിൽ വന്നു കേട്ടോ. ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ എൻ്റെ ഒരു ഫീലെന്ന് വെച്ചാൽ ഞാൻ കടൽ തീരത്തൂടെ നടക്കുന്ന പോലെ, അതുപോലെയുള്ള സൗണ്ടാണ്. തിരമാലകൾ വരുന്ന പോലെയുള്ള സൗണ്ടുകൾ. ഓരോ വണ്ടികൾ പോകുന്തോറും തിരമാലകൾ അടിച്ച് നമ്മളുടെ കരയിലേക്ക് വരുന്ന പോലെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് എന്തിനാണോ എന്തോ മഴ വരുമെന്ന് അറിയായിരുന്നു, എല്ലായിടത്തും വെള്ളമാണെന്നും എനിക്കറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ ഷൂ വലിച്ചു കയറ്റി ഇട്ടുകൊണ്ട് പോയി. ഇന്നലെയും മഴയായിരുന്നു, ഒരു ഷൂ നനഞ്ഞു. പിന്നെ ഇന്നും മഴയാണെന്ന് എനിക്കറിയാം, എന്നിട്ടും ഞാൻ ഷൂ ഇട്ടുകൊണ്ട് പോയി. അങ്ങനെ എൻ്റെ ഷൂ നാശമായി ഗൈസ്. നിങ്ങൾക്കുണ്ടോ അത് എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇന്നലെ ഞാൻ മഴ നനഞ്ഞായിരുന്നു, ഇന്നും ഞാൻ ചെറുതായിട്ട് മഴ നനഞ്ഞു. മഴയുണ്ടായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് മഴ തോരും. അങ്ങനെയാണ്. മഴ പെയ്യുമ്പോൾ ഞാൻ എവിടെയെങ്കിലും കയറി നിൽക്കും, മഴ തോരുമ്പോൾ ഞാൻ നടക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെയും ഇന്നും മഴ നനഞ്ഞത് കൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മൂക്കിന് ഭയങ്കര ചൊറിച്ചിൽ, എനിക്ക് ഭയങ്കര അലർജിയാണെന്ന് തോന്നുന്നു, മൂക്ക് വല്ലാണ്ട് ചൊറിയുക. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ വീട്ടിൽ ചെല്ലാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ട് വെള്ളം കിടക്കുകയാണ് ഗൈസ്. പിന്നെ അവസാനം ഞാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. നമ്മൾ ഇങ്ങേ കരയിൽ നിന്ന് അങ്ങേ കരയിലേക്ക് നോക്കുന്ന പോലെ അങ്ങേ കരയിലാണ് എനിക്ക് പോകേണ്ടത്. അവസാനം ഞാൻ വളഞ്ഞു കുത്തിയൊക്കെ വീട്ടിൽ പോയി ഗൈസ്. ഇത്രയായിരുന്നു എൻ്റെ ഒരു മഴ എക്സ്പീരിയൻസ്. നിങ്ങളുടെ മഴ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.